നെസ്സിസ് ആർക്കൈവ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ 2 വീഡിയോ നിങ്ങൾക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങളുടെ കമൻറ്റിൽ നിന്ന് മനസ്സിലാക്കിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അതൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് അതിനുള്ള റിപ്ലൈ എനിക്ക് എന്തായാലും തരണം കേട്ടോ, ഈ ഒരു വീഡിയോ കൂടി തന്നെ. അപ്പോൾ ഞാൻ വരുമാനത്തിൻ്റെ സമ്പാദ്യത്തിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് മഞ്ജു എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുട്ടി എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇനി ഇത്താ നമുക്കൊരു ചെറിയൊരു സമ്പാദ്യത്തിൻ്റെ ഒരു കുടുക്കുണ്ടല്ലോ അത് തുടങ്ങാമെന്ന്. അങ്ങനെ ഞാനിതാ ആ ഒരു ഇത് അപ്പോൾ ഓളെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി കേട്ടോ അങ്ങനെ ഒന്ന് ചെയ്യാമെന്ന്. അപ്പോൾ അടുത്ത ന്യൂ ഇയർ ആകുമ്പോൾ ഓള് പറഞ്ഞത് മാസത്തിൽ ഡെയിലി ഒരു 10 രൂപ വെച്ചിട്ടിടാന്ന്. പക്ഷേ ഒരു 10 രൂപ വെച്ചാൽ നമുക്കൊന്നും ഉണ്ടാവില്ല ഒരു മാസം ആകുമ്പോൾ അല്ല ഒരു വർഷം ആകുമ്പോൾ ഒന്നും. അപ്പോൾ അതുകൊണ്ട് ഞാനിതാ നിങ്ങളെ അഭിപ്രായത്തിന് വിടുകയാണ് കേട്ടോ. ഞാനിതാ ഈ കുടുക്കൊക്കെ വാങ്ങിയിട്ടുണ്ട്. എനിക്ക് ഓൾറെഡി ഒരു കുടുക്കുണ്ട്. ആ ഒരു ഇതിപ്പോൾ ഉമ്മ കഴിഞ്ഞ പ്രാവശ്യം എല്ലാം ഇപ്പോൾ അടുത്ത് ഉമ്മക്ക് പോയി വരുമ്പോൾ ഉമ്മക്ക് അവിടെ നിന്ന് ആരോ കൊടുത്തതാണ് കേട്ടോ. ഇങ്ങനെ സതുക്ക കൊടുക്കുമല്ലോ, അങ്ങനെ ഉമ്മ എനിക്ക് തന്നതാണിത്. ഞാൻ മാറിയിട്ടൊന്നുമില്ല, ഉമ്മ തന്നതല്ല വെച്ചിട്ട് അവിടെ വെച്ചാണ്. പിന്നെ അതിലുള്ളതാണ് ഈ ഒരു 10 റിയാലൊക്കെ ഉമ്മ തന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ കാണിക്കാൻ കാരണം ഇതേപോലെ നമുക്ക് പൈസ ഒക്കെ കിട്ടുമല്ലോ. എനിക്കിപ്പോൾ വേറെ ആരും തരാനൊന്നുമില്ല, ഉമ്മ അങ്ങനെ തരലൊന്നുമില്ല, ഇങ്ങനെ എന്തോ ഇതിൽ തന്നതാണ്. അല്ലാതെ അങ്ങനെ കിട്ടുന്ന പൈസയും ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞ മാതിരി വേസ്റ്റ് സാധനങ്ങൾ വിറ്റ പൈസ, അങ്ങനത്തെ കുറേ പൈസകൾ നമുക്ക് കിട്ടും. പിന്നെ അലക്കുന്ന സമയത്ത് നമ്മളെ ഭർത്താവിൻ്റെ മക്കളെ കീശയിൽ നിന്നൊക്കെ കിട്ടുന്ന പൈസ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ വരുമാനം ഉണ്ടാക്കിയിട്ടും അങ്ങനെയൊക്കെ നമുക്കൊരു കുറച്ച് പൈസ എടുത്ത് വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ 100 രൂപ ഇടാമെന്ന് വിചാരിച്ചാണ്. പിന്നെ ഞാൻ വിചാരിച്ചത് നിങ്ങളുടെ അഭിപ്രായ പ്രകാരം എന്താ ചെയ്യേണ്ടതെന്ന് ആ ഒരു അഭിപ്രായത്തോടു കൂടി നമുക്ക് ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ 6 മാസം കൂടിയേ ഉള്ളൂ, ഒരു ന്യൂ ഇയർ കൊടുക്കായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 6 മാസം കൂടിയേ ഉള്ളൂ ഈ പുതിയ ന്യൂ ഇയർ തുടങ്ങാനായിട്ട്. പക്ഷെ ആ 6 മാസം കൊണ്ട് നമ്മളെ കയ്യിൽ എത്രത്തോളം പൈസ ആവുന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് 6 മാസം കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് ആ കുടുക്ക പൊട്ടിക്കണോ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്കൊരു ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനിക്കുക. ഇപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു വീഡിയോൻ്റെ താഴെ എന്തായാലും നിങ്ങൾ കമൻറ്റ് ഇടണം കേട്ടോ, എന്താ ചെയ്യേണ്ടത്. ഞാനിതൊരു തിങ്കളാഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. തിങ്കളാഴ്ചക്കത്തെ വീഡിയോയിൽ എന്തായാലും നിങ്ങളെ ഒരു അഭിപ്രായം, ഒരു 10 ആളുണ്ടെങ്കിൽ ഞാൻ എന്തായാലും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് ചെറിയൊരു കുടുക്ക റെഡിയാക്കി എടുക്കാം കേട്ടോ. മിനിമം ഒരു 10 ആളെങ്കിലും വേണ്ടേ, അങ്ങനെയല്ല ഒരു നമ്മൾ കൂടെ ഒരാൾ നിൽക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. പിന്നെ എൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ ഇപ്പോൾ കാണിച്ചല്ലോ, ഓൾറെഡി എനിക്കൊരു കുടുക്കുണ്ട്. അതിൽ ഞാൻ വെച്ചാൽ വേഗം പൊട്ടിക്കുന്ന ആളാണ് കേട്ടോ. ഒരുപാട് പൈസ ആവാൻ വേണ്ടിയിട്ട് കാത്തിക്കൊന്നുമില്ല, എനിക്ക് എന്തോ ഒരു ടെൻഷനാണ് അതിൽ എത്ര ഉണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഒരു 3 മാസം ഒരു 4 മാസമൊക്കെ സാധാരണ എൻ്റെ കുടുക്ക ഉണ്ടാവില്ലുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ ആ ഒരു കുടുക്കൊക്കെ ആയി ഒരു എനിക്ക് തോന്നുന്ന ഒരു 1000 1500 ഉണ്ടാവും അതിൽ. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും ഒരു പൈസൻ്റെ ഒരു ബാലൻസ് വരുന്ന പൈസ ആണ് കേട്ടോ. ഞാൻ അതിൽ 100 50 500 അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എനിക്കിഷ്ടമുള്ള എത്ര പൈസ വെച്ചാൽ ഞാൻ അങ്ങനെ ഇടലുണ്ട്. അതിൽ കോയിൻസും ഉണ്ട്, 10 രൂപൻ്റെ 20 രൂപൻ്റെ ഒക്കെ കോയിൻസും ഉണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളൊരു അഭിപ്രായത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ തിങ്കളാഴ്ചത്തെ വീഡിയോയിലാണ് ഞാൻ ഇടുന്നതും ഒക്കെ കാണിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ നിങ്ങളെ കമൻറ്റിൽ പ്രകാരം ഞാൻ അതിൽ പറയാം കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ ഒരുപാട് ലേറ്റായിട്ടോ. ഇന്നത്തെ വീഡിയോയിൽ 2-3 കാര്യമാണ് പ്രധാനമായിട്ട്. 2 കാര്യം. ഒന്ന് ഈ കുടുക്കൻ്റെ കാര്യം, പിന്നെ നമ്മൾ സ്ത്രീകൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും, അപ്പോൾ അത്യാവശ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നമ്മുടെ ഹെൽത്തിനെ പറ്റിയിട്ടും അങ്ങനത്തെ ഒരു കാര്യങ്ങൾ കൂടിയാണ് ഈ ഒരു വീഡിയോ കൂടി ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നിപ്പോൾ ഒരുപാട് ലേറ്റായിട്ട് 6 മണിയാകുമ്പോൾ സാധാരണ ഞാൻ അടുക്കളയിലേക്ക് വരേണ്ടതാണ്. പക്ഷേ ഇന്നിപ്പോൾ എന്താ അറിയില്ല, 7 മണിയായി ഞാൻ ഒന്ന് കിച്ചണിലേക്ക് വരുമ്പോൾ ഞാൻ എണീക്കുമ്പോൾ. അപ്പോൾ ഒരുപാട് ഞാൻ അലാറം ഓഫ് ചെയ്ത് ഉറങ്ങിപ്പോയി. ഇക്കാക്ക് അതേപോലെ കാക്ക് പോകാൻ സമയമായപ്പോൾ കാക്ക് എണീറ്റ് പോവുകയും ചെയ്ത്, എന്നെ വിളിക്കുകയൊന്നും ചെയ്തില്ല. അപ്പോൾ പിന്നെ ചായ ഒന്നും കുടിക്കാതെ കാൽച്ചായ രാവിലെ പാൽച്ചായയും കോഴിമുട്ട പുഴുങ്ങിയതും കഴിച്ചിട്ടാണ് കാക്ക അധികവും പോകൽ. ഇതേപോലെ ഞാൻ എണീക്കാൻ പറ്റാത്ത എണീക്കാത്തൊക്കെ ദിവസം പിന്നെ അങ്ങനെ ചായ കുടിക്കാതെ പോകാം. എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനുമാണ് കേട്ടോ ചായ കുടിക്കാതെ അങ്ങനെ പോയാൽ. പിന്നെ 10 മണിക്കൊക്കെയാണ് നമ്മൾ ചായ കുടിക്കാനുള്ള, നമ്മൾ സാധാ ചായ ഇല്ല അത് കുടിക്കാൻ വരൽ. ഇന്നിപ്പോൾ എൻ്റെ പുട്ടുപൊടി തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പുട്ടുപൊടീൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ആ പുട്ടുപൊടി ഒന്ന് കാണിക്കാൻ. അപ്പോൾ ഇൻഷാല്ലാ റേഷൻ കടയിൽ അരി 10-ാം തീയതിയാണ് എത്തുക. അപ്പോൾ 10-ാം തീയതി എത്തിയിട്ട് ഞാൻ വാങ്ങിയിട്ട് കാണിക്കട്ടോ. എനിക്ക് പുട്ടുപൊടി തീർന്നപ്പോൾ അജ്മി പുട്ടുപൊടിയാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ 3-4 ദിവസം മുമ്പ് ഞാൻ ബീഫ് വാങ്ങിയപ്പോൾ അതിന് ഞാൻ കുറച്ച് എടുത്ത് വെച്ചതാണ്. അപ്പോൾ ബീഫ് ഒരുമിച്ച് വെച്ചാൽ അതെല്ലാവരും കൂട്ടിപ്പോവും. കുറച്ച് നമ്മളൊന്ന് മാറ്റി വെച്ചാൽ നമുക്ക് രാവിലത്തെ കറിക്കോ ഉച്ചക്കലേക്കുള്ള കറിക്കോ എന്തെങ്കിലുമൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കിട്ടുന്ന സമയത്ത്, അപ്പോൾ ഇനി ഒരു 100 രൂപേൻ്റെ ചിക്കൻ വാങ്ങുകയാണെങ്കിൽ ഒരു 2 കഷ്ണം ഞാൻ മാറ്റി വെക്കും. അതാകുമ്പോൾ കുറച്ച് ഉരുളക്കിഴങ്ങോ പച്ചക്കായൊക്കെ ഇട്ട് ഒരു കറി ആക്കാമല്ലോ. ഒന്ന് നീട്ടിയൊരു കറി വെച്ചാൽ പത്തിരിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ബീഫും ചിക്കനൊക്കെ ആകുമ്പോൾ നല്ല താല്പര്യത്തോടു കൂടി അവർ ഭക്ഷണം കഴിച്ചോളും. കടല ചെറുപയറിനെക്കാട്ടിയൊക്കെ ഇഷ്ടം അതിന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്ത ആ ഒരു ബീഫാണ് അതിപ്പോൾ ഉച്ചക്കിലേക്ക് കൊടുക്കും. അപ്പോൾ മോരുകറിയും കൂടിയാണ് വെക്കുന്നത്. മോരുകറി കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോവുക, ബീഫ് പുട്ടിനെടുക്കുകയും ചെയ്യുക. ബാക്കിയുള്ളത് മോരുകറിയും ബീഫും ഒക്കെ കൂടി ഉച്ചക്കിലേക്കും കൂടി അങ്ങനെ തട്ടിമുട്ടി ഒപ്പിക്കാം കേട്ടോ.
ഞാനുള്ള പൊടി പാത്രത്തിലിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതാണ് നമ്മുടെ പുട്ടുപൊടി. ഇത് പെട്ടെന്ന് ഇവിടെ അധിക സമയത്തും പുട്ടുണ്ടാക്കും കേട്ടോ. പുട്ട് ഇഡ്ഡലി ഒക്കെയാണ് മെയിനായിട്ട് ഉണ്ടാക്കുന്നത്. ഇത് പത്തിരി പിന്നെ ഓട്ടട അവിടെ പിയാപ്പിൾക്ക് ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ വെലിങ്ങനെ ഉണ്ടാക്കലില്ല. അല്ലാത്ത നൂൽപുട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ആ അച്ഛനൊരു പ്രശ്നം. പിന്നെ ചില്ലൊക്കെ വാങ്ങിയിട്ടുണ്ട്, പക്ഷേ ഉണ്ടാക്കണം നാളെ എന്ന് പറഞ്ഞ് നിൽക്കുക. അപ്പോൾ രാവിലെ തിരക്കാണ് മക്കൾക്ക് സ്കൂളിലതിനോണ്ടേ. അപ്പോൾ സ്കൂളിൽ പോകാനൊക്കെ കൂടി സെറ്റാവില്ല വിചാരിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കാത്തത്. അപ്പോൾ ഞാൻ പ്രധാനമായിട്ട് പറയുന്നത്, നമുക്കൊരു 35-40 വയസ്സാകുമ്പോഴേക്കും നമ്മുടെ സ്ത്രീകൾ ആ ഒരു വയസ്സിൽ 35 വയസ്സ് വരെ നമുക്ക് നല്ല എനർജി നല്ല നല്ല ഇതുമാണ്. പക്ഷെ അത് കഴിഞ്ഞാൽ നമ്മൾ ആരോഗ്യം കുറേശ്ശായിട്ട് ക്ഷയിച്ചു തുടങ്ങും. അപ്പോൾ ഈ ഒരു 35 വയസ്സ് മുതൽ നമ്മളെ ഹെൽത്ത് നല്ലോണം ശ്രദ്ധിക്കണം. ഞാൻ അങ്ങനെ ഒന്നും ശ്രദ്ധിക്കാത്ത, ഇപ്പോഴും എന്ന് പറഞ്ഞ മാതിരി കാര്യമായിട്ട് ഹെൽത്തിനൊന്നും ശ്രദ്ധിക്കാത്ത ആളാണ് കേട്ടോ. പക്ഷേ നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ചേ പറ്റൂ. മെയിനായിട്ട് പഞ്ചസാര നമ്മൾ കഴിയുന്നതാണ് ഒഴിവാക്കുക. കാരണം പഞ്ചസാര മെയിനായിട്ട് നമ്മൾ ഒഴിവാക്കിയാൽ നമുക്ക് എപ്പോഴെങ്കിലൊക്കെ ഒരു കേക്ക് കഴിക്കണമെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഈ മധുര പലഹാരങ്ങളൊക്കെ കഴിക്കണമെങ്കിലോ നമുക്കത് കഴിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ മധുരം കണ്ടിന്യൂ ആയിട്ട് ഒരു ആവശ്യമില്ലാതെ കഴിക്കുകയാണെങ്കിൽ നമ്മൾ പിന്നീട് അതിന് ദുഃഖിക്കേണ്ടി വരും കേട്ടോ. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പം എനിക്ക്. പക്ഷേ അതെൻ്റെ ബോഡിയിൽ ഓൾറെഡി ഇപ്പം ഉണ്ടാവുന്നതാണ്. അല്ലാതെ ഞാൻ മധുരം കഴിച്ചതുകൊണ്ടല്ലേ, മധുര ലവറേ അല്ല ഞാൻ, എനിക്ക് ഇഷ്ടമേ അല്ല അത്. പക്ഷേ മധുരം പഞ്ചസാര അങ്ങനെ കേക്ക് ലഡു ജിലേബി അതൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. എപ്പോഴെങ്കിലും ഒരു കഷ്ണം തിന്നെങ്കിലേ ഉള്ളൂ. പക്ഷേ അങ്ങനത്തെ എനിക്കിപ്പോൾ ഷുഗർ ഇപ്പോൾ ഈ ഒരു ഞാൻ പറഞ്ഞില്ല ഒരു 1-1.5 മാസമായിട്ട് ഞാൻ തീരെ ശ്രദ്ധിക്കലില്ല. മധുരം കൂട്ടലില്ല, പക്ഷേ ചോറും പിന്നെ ഒന്നും ഡയറ്റിങ്ങും മറിച്ചോ ഒന്നുമില്ല കേട്ടോ. ഒരു ഇതില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഷുഗർ നല്ല കൂടിയിട്ടുണ്ട്. പിന്നെ കുറേ ചെക്കപ്പ് ചെയ്ത് അതിൻ്റെ കഴിഞ്ഞ മുന്നത്തെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടാവും വിഷ്വൽസ്, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതും. അപ്പോൾ അങ്ങനെ എല്ലാ സംഭവങ്ങളും കൂടിക്കിന്. അപ്പോൾ കൂടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നതിനേക്കാളും നല്ലത് എപ്പോഴും പറയല്ലേ, രോഗം വരുന്നതിനേക്കാളും മുന്നേ രോഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കാമെന്ന്. വന്നു കഴിഞ്ഞാൽ ഒന്നും കൊണ്ടും അത് മാറില്ല. അപ്പോൾ അങ്ങനെ ഡോക്ടറെ അടുത്ത് ചെക്കപ്പിന് പോയി. ഞാൻ മസ്റ്റായിട്ട് ഞാൻ എന്തായാലും ഓരോന്ന് പ്ലാനിങ് ചെയ്ത് അങ്ങനെ പോയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ മുന്നത്തൊക്കെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ വീട്ടിലെ കാര്യങ്ങൾ, മക്കളെ കാര്യം, ഭർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും പക്ഷെ നമ്മളെ കാര്യം ഒരിക്കലും നമ്മൾ ചെയ്യൂല. പക്ഷെ അത് ആദ്യമായിട്ട് ഇമ്പോർട്ടൻ്റ് തന്നെ നമുക്ക് തന്നെ കൊടുക്കണം. നമുക്ക് ധാരാളം വെള്ളം കുടിക്കണം, അതേപോലെ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം, ഫ്രൂട്ട്സ്, പച്ചക്കറി അതൊക്കെ ധാരാളം തന്നെ കഴിക്കുക. നമ്മൾ ഡെയിലി നമ്മളെ വീട്ടിൽ നമ്മളാണ് തീരുമാനിക്കുക ഇന്ന് കറി എന്താ വെക്കേണ്ടേ, ഇന്ന് എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ്, രാത്രിയിലേക്ക് എന്താണ് നമ്മളല്ലേ തീരുമാനിക്കുക. അപ്പോൾ നമുക്കും കൂടി, അതായത് കുടുംബവും നമ്മളൊക്കെ ഒരേപോലെ നല്ല രീതിയിൽ നമ്മൾ ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനും കൂടി മുൻതൂക്കം കൊടുക്കുക. അപ്പം വെജിറ്റബിൾസൊക്കെ ഉപ്പേരി ആയിട്ടും സാലഡ്സ് ആയിട്ടും ഒക്കെ കഴിക്കുകയാണെങ്കിൽ നല്ലത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ചോറ് കുറച്ച് ഉച്ചക്ക് സമയത്ത് നമ്മൾ കുറച്ച് ചോറ് തിന്നേ പറ്റുള്ളൂ. പക്ഷേ ഡോക്ടർമാർ വരെ പറയും ഉച്ചക്ക് ചോറ് കുറച്ചാൽ മതി, ഒഴിവാക്കണ്ടെന്ന് പറയാം, വെജിറ്റബിൾസ് ധാരാളം കഴിക്കാൻ. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും നമ്മളെ വീട് ക്ലീനിങ്ങിനും ഫുഡ് ഉണ്ടാക്കണമൊക്കെ കൂട്ടത്തിൽ നമ്മളെ ഹെൽത്തും നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അതേപോലെ മാനസികമായിട്ടുള്ള സന്തോഷം കിട്ടുന്ന എന്ത് കാര്യമാണ് നിങ്ങൾ ചെയ്തോളിട്ടോ. കാരണം ഈ ഒരു നമ്മളിപ്പോൾ എത്ര കാലം നമുക്ക് ആയുസ് ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. നമ്മൾ ഈ കടം വീട്ടുക, പിന്നെ അങ്ങനെ പറഞ്ഞ മാതിരി നമ്മളെ ലൈഫ് അങ്ങനെ പോവും അല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് സന്തോഷിക്കാനുള്ള മാർഗ്ഗങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് നമ്മളെ ഭർത്താവിനായാലും എല്ലാവരും കൂട്ടിപ്പിടിച്ചിട്ട്, അല്ലാതെ നമുക്ക് ഒറ്റയ്ക്ക് ഇപ്പോൾ സന്തോഷിക്കാനൊന്നും കഴിയില്ല. നമ്മളെ ഭർത്താവും നമ്മളെ മക്കളൊക്കെ നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ തന്നെയുള്ള നമുക്ക് സന്തോഷിക്കാൻ കഴിയുക. അപ്പോൾ അതിന് ഓലയും കൂടി പരിഗണിച്ചിട്ട്, ഓലെ ഇഷ്ടം കൂടി സമ്പാദിച്ചിട്ട്, ഓലെ താല്പര്യപ്പെടുത്തിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് പറ്റൂല. അപ്പോൾ നമ്മൾ സ്ത്രീകൾ മാത്രമുള്ള ഭർത്താക്കന്മാർ നമ്മളെ കൂടെ വരാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിൽ സ്ത്രീകൾ മാത്രമുള്ള ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവില്ല, അവരൊക്കെ കൂടെ നമ്മൾ എവിടേക്കെങ്കിലുമൊക്കെ പോവുക, പുറത്ത് പോവുക, നല്ല ഹാപ്പി ആയിട്ട് നമ്മളെപ്പോഴും നമ്മളെ മനസ്സും ശരീരമൊക്കെ നല്ലതാക്കി വെച്ചേക്കുക. മനസ്സ് ആദ്യം സന്തോഷിക്കുക. കാരണം മനസ്സിലുള്ള പ്രശ്നങ്ങളും വിഷമങ്ങളൊക്കെയാണ് നമ്മൾ ആരോഗ്യം വരെ നഷ്ടപ്പെടുത്തുക. ഞാനിതാ ഒരു വിധം കാര്യങ്ങളൊന്നും ഞാൻ മൈൻഡ് ചെയ്യാൻ പോകില്ല കേട്ടോ. കാരണം എനിക്ക് ആവശ്യമുള്ള മാത്രം കാര്യങ്ങൾ ഞാൻ എടുക്കും. പണ്ട് അങ്ങനെയല്ല, വയ്യാവേലി ഫുള്ളും ഞാൻ തലയിൽ ഏറ്റെടുക്കലുണ്ടായിനി, വെറുതെ ടെൻഷൻ അടിക്കേനി. അപ്പോൾ മുടിയൊക്കെ നരച്ച സമയത്ത് എൻ്റെ മക്കൾ അവർ പറയും നിങ്ങൾ ആവശ്യമില്ലാത്ത ടെൻഷൻ അടിച്ചിട്ടാണ് നിങ്ങളെ മുടിയൊക്കെ നരച്ചു പോകണത് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഒരു പരിധിവരെയൊക്കെ അതൊക്കെ ശരി തന്നെ ആയിരിക്കും. പിന്നെ നമ്മളെ ഹെൽത്തിന് മെയിനായിട്ട് ഭയങ്കര ക്ഷീണവും അങ്ങനെ വേദന, കാലുവേദന, മുട്ടുവേദന, അങ്ങനത്തെ വേദന ഒക്കെ ഉണ്ടെങ്കിൽ വൈറ്റമിൻ ഡിൻ്റെ ടെസ്റ്റ് നടത്തിക്കൊണ്ടിട്ടോ. നമ്മളെ മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ, തൈറോയ്ഡ് പ്രശ്നം ഉണ്ടെങ്കിൽ മുടി കൊഴിച്ചിൽ വരും. പിന്നെ ഇതേപോലെ ഈ വൈറ്റമിൻ ഡിൻ്റെ തകരാറുണ്ടെങ്കിൽ മിക്ക ആളുകൾക്കും വൈറ്റമിൻ ഡിൻ്റെ തകരാറുണ്ട് എന്നാണ് പറയുന്നേക്കുന്നത്. പക്ഷെ നമ്മൾ വേഗം അതിന് ഭയങ്കര പൈസ ആണ് കേട്ടോ. ഈ സാധാരണ ലാബിൽ 900 രൂപ 1000 രൂപക്കാണ് വൈറ്റമിൻ ഡിൻ്റെ. അപ്പോൾ നീതി സ്റ്റോർ ഉണ്ടാവും, നീതി ലാബ്, നീതി സ്റ്റോറല്ല, നീതി ലാബിൽ പോയാൽ
അവിടെ 650-700 രൂപയുള്ളൂ കേട്ടോ. 650 ചില സ്ഥലത്ത്, 700 ചില സ്ഥലത്ത്, അങ്ങനെ ഉണ്ട്. ഒരൊറ്റ വിലയൊന്നുമല്ല. അപ്പോൾ അതൊന്ന് ടെസ്റ്റ് ചെയ്താൽ തന്നെ നമുക്ക് ആ ഒരു ക്ഷീണം, ഒരു ഉറക്കുങ്ങലും അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും. എനിക്ക് ഷുഗർ ഉണ്ട് വിചാരിച്ചിട്ട് എനിക്ക് ഓവർ ക്ഷീണോ അങ്ങനത്തെ ഒന്നും, ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ടോ, എനിക്ക് ക്ഷീണോ ദാഹമോ വിശപ്പ് കൂടുതലോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും അൽഹംദുലില്ലാ എനിക്കിതുവരെ ഇല്ല കേട്ടോ. വേദന വരുത്തോ അങ്ങനത്തെ ഒന്നുമില്ല. പിന്നെ കുറേ പണിയെടുക്കുമ്പോൾ നടുവേദന ഉണ്ടാവും, അങ്ങനെയൊക്കെ അല്ലാതെ അങ്ങനത്തെ ക്ഷീണങ്ങൾ, കുറേ പണിയെടുക്കുമ്പോൾ ക്ഷീണം ഉണ്ടാവും, അങ്ങനെ അല്ലാതെ ഒരു ഉറക്കുങ്ങലോ അങ്ങനത്തെ ഒന്നുമില്ല അറിയും. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ടെസ്റ്റ് ചെയ്തിട്ട് ഡോക്ടറെ കാണിക്കാൻ മറന്നു പോകരുത്. പിന്നെ ഹെൽത്ത് സെൻറ്ററിൽ പോയാൽ മതി. ഹെൽത്ത് സെൻറ്ററിൽ പോയാൽ വലിയ പൈസ ആവില്ല. പിന്നെ പ്രാഥമിക ചികിത്സയൊക്കെ അവിടെ നിന്ന് നടത്തും. പിന്നെ കൂടുതൽ എന്തെങ്കിലും വേണമെങ്കിൽ മാത്രം നമ്മൾ പ്രൈവറ്റിലേക്ക് പോയാൽ മതി. ഞാനൊക്കെ ഇവിടെ എന്ത് അസുഖം ഉണ്ടെങ്കിൽ ഫസ്റ്റ് പോല് ഹെൽത്ത് സെൻറ്ററിലാണ്. അതിനാകുമ്പോൾ അവിടെ പൈസ കൊടുക്കുന്ന മാത്രമല്ല, ആ ഒരു പുറത്ത് വലിയ ഒരുപാട് ആവശ്യമില്ലാത്ത മരുന്നുകളൊക്കെ എഴുതും. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് തന്നെ അവിടെ പോയിട്ട് ടെസ്റ്റൊക്കെ ചെയ്താൽ നമുക്ക് കൂടുതൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രൈവറ്റ് വേറെ ഹോസ്പിറ്റലിലേക്ക് പോയാൽ മതിയല്ലോ. അപ്പോൾ വെള്ളം ധാരാളം കുടിക്കണം കേട്ടോ. ഇവർ ഡോക്ടർമാർ പറയില്ലേ, ദാഹിക്കുമ്പോഴല്ല വെള്ളം നമ്മൾ ഒരു 2 ലിറ്ററെങ്കിലും മിനിമം. ഞാൻ അവിടെ എടുത്തേക്കല കേട്ടോ. ഞാനിങ്ങനെ അളവൊന്നും ഞാൻ നോക്കല്ലേ, വെള്ളം ഞാൻ ഇങ്ങനെ കുടിക്കലുണ്ട്. ചില സമയത്ത് കുപ്പിയിലെടുത്ത് വെക്കും. അതും കുപ്പിയിലെടുത്ത് വെക്കണമെന്താ മറന്നു പോകുന്ന സമയത്താണ്. അപ്പോൾ അങ്ങനെ ധാരാളം വെള്ളം കുടിച്ചാൽ തന്നെ നമുക്ക് ശോധനയൊക്കെ ഉണ്ടാവില്ല. ഡെയിലി നമ്മൾ നല്ല ശോധന ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഹെൽത്ത് ഒരുവിധം ഒരു പരിധി വരെ നമുക്ക് ഇല്ലാതാവും. പിന്നെ അതേപോലെ പീരീഡ്സൊക്കെ നിന്നാലുമാണ് വേറെ പ്രശ്നങ്ങളൊക്കെ വരിക. എനിക്കിപ്പോൾ അതാ ഒരു 4 മാസമായിട്ടാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു റെഗുലർ അല്ലാതായത്. ഈ ഫസ്റ്റായിട്ട് ആയ കാലം മുതൽ ഈ അടുത്ത കാലം വരെ എല്ലാ മാസവും ആവും ഇനി. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് 1-2 മാസം ഇല്ല. ഇപ്പോൾ അത് 4 മാസമായിട്ട് പീരീഡ്സ് ഇല്ലാതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇല്ലാതാകുമ്പോഴാണല്ലോ നമുക്ക് ഓരോ രോഗങ്ങൾ വരിക. അപ്പോൾ എന്തായാലും ഈ ഒരു 35-40 പ്രായമാകുമ്പോൾ, എൻ്റെ പ്രായമാകുന്നതിന് മുമ്പ് തന്നെ ശ്രദ്ധിച്ചും കൊണ്ട് നിൽക്കണം. അന്നൊന്നും എൻ്റെ ഈ ഒരു കാലത്തൊന്നും യൂട്യൂബും ഇല്ല, ഡോക്ടർമാർ പറയുന്നതും കേൾക്കലില്ല, ഒന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മളെ ഹെൽത്ത് ശ്രദ്ധിക്കാനുള്ളൊരു അവസരവും കിട്ടിയിട്ടില്ല. പക്ഷേ ഇപ്പം നിങ്ങളെപ്പോലുള്ളവർക്കൊക്കെ നല്ല സുഖമല്ലേ, എന്തൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ഓരോ അറിവുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പ്രയോജനപ്പെടുത്തുക കേട്ടോ. അതാണ് എനിക്ക് എൻ്റെ സഹോദരിമാരോട് പറയാനുള്ളത്. അപ്പോൾ രാവിലത്തെ എൻ്റെ പണികളൊക്കെ നല്ല തിരക്കായിനി. രാവിലെ നേരം വൈകി എണീറ്റതിനെ കൊണ്ട് അങ്ങനെ കുറേ പണി ഞാൻ പറയല്ലേ, 6 മണിക്ക് അടുക്കള കയറിയ 12 മണിയാകുമ്പോൾ ഫുൾ പണി കഴിയുന്നതാണ്. പക്ഷേ ഇന്ന് ഒരുപാട് ആയിട്ടൊന്നുമില്ല കേട്ടോ. എന്നാലും ഞാൻ തുടക്കിയാലും എല്ലാം ഞാൻ കൃത്യസമയത്ത് തന്നെ കഴിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്നും മറന്നുകൊണ്ട. അടുത്ത വർഷം നമുക്ക് എന്തായാലും ഒരു അരപ്പവനെങ്കിലും ആ ഒരു കുടുക്കയെന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് വാങ്ങണം ഇൻഷാ അല്ലാ. അപ്പോൾ എന്തായാലും നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവും എന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ മൈൻഡ് ചെയ്യാതെക്കരുത്. ആവശ്യമുള്ളവരായാലും ആവശ്യമില്ലാത്തവരായാലും അധികം ആൾക്കാർക്ക് ആവശ്യമുള്ളവരാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു പൈസൻ്റെ വരുമാന മാർഗ്ഗങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ് അതിൽ കിട്ടുന്നതും പിന്നെ ഭർത്താക്കന്മാർ സോപ്പിട്ട് വാങ്ങി അങ്ങനെയൊക്കെ നിങ്ങൾ ഇതുപോലെ ചെയ്യട്ടോ. പിന്നെ ഞാൻ അടുക്കളയിലേക്ക് ഈ ഒരു ബോട്ടിൽ വാങ്ങിയതാണ് കേട്ടോ. പക്ഷേ ഞാൻ വാങ്ങിയപ്പോൾ ഒത്തിരി വലുതായി പോയി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ടാഗ് ചെയ്യാം കേട്ടോ. അത് വേണമെങ്കിൽ അത് തിരിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത് കണ്ടില്ല, കുറച്ച് വലുതായി പോയി. ഞങ്ങൾക്ക് 100 ഗ്രാം 150 200 ഗ്രാമിൻ്റെ കുപ്പി കേട്ടോ വേണ്ടി. ഇത് 350 മില്ലിയാണ് കൊള്ളുക. അപ്പോൾ എനിക്ക് ചിക്കൻ മസാല, ബീഫ് മസാല, വലിയ ജീരകം പൊടിച്ച അതൊക്കെ എനിക്ക് ആവശ്യമാണല്ലോ. അപ്പോൾ അതിട്ട് വെക്കാനുള്ള ബോട്ടിൽ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് പറ്റിയില്ല. അപ്പോൾ അത് തിരിച്ചു കൊടുത്തിട്ട് ചെറുതുണ്ടോ നോക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ച് കേട്ടിട്ട് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്തിട്ട് ഒന്ന് കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്.